പേര് സൈനബ ബിബി. കഴിഞ്ഞ 5 മാസം മുമ്പേ ഈ ഉമ്മയുടെ ഹസ്ബൻഡ് ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു. അതിൻ്റെ ഒരു പ്രയാസം തനിക്ക് ഡിപ്രഷൻ ഉണ്ടായി, ഭയമുണ്ടായി, ഡിപ്രഷൻ ഉണ്ടായി. ഏകദേശം 3ഓളം തവണ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. 40 അടി ആഴമുള്ള 30 അടി വെള്ളമുള്ള കിണറ്റിൽ ഈ മാതാവ് എടുത്ത് ചാടി. അപ്പൊ സൂയിസൈഡ് ചെയ്യാൻ പലതവണ ശ്രമിച്ചപ്പോ മക്കൾ എന്ത് ചെയ്തു, അത് ആ കിണറ്റിന് മൂടി ഗ്രില്ലിട്ടു, അതിന് പൂട്ടിട്ടു. പക്ഷെ ഈ മാതാവ് ആ ഡിപ്രഷൻ മൈൻഡില്, ഡിപ്രഷൻ വരുമ്പോ നമ്മുടെ മേൽ എന്തോ ഉണ്ടാകും, അമിതമായ ആരോഗ്യം ഉണ്ടാകും. ആ പൂട്ട് തല്ലി പൊട്ടിച്ചു, ഈ ആള് കിണറ്റി ചാടി. പക്ഷെ ഈ മാതാവ് പറയുന്നത് 30 അടിയോളം വെള്ളമുണ്ട്, പക്ഷെ താഴെ ചെന്ന് മുകളിൽ വന്ന് പൊങ്ങിക്കിടന്നു. തന്നെ ആരോ പിടിക്കുന്ന പോലെ തോന്നി. ശേഷം അവരെന്ത് ചെയ്തു, ആൾക്കാരെല്ലാം കൂടി ആളെ പുറത്ത് കൊണ്ടുവന്നു. ഡിപ്രഷന്റെ മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നു. ഡിപ്രഷന്റെ മെഡിസിൻ എത്ര നാൾ കഴിച്ചു? 1 മാസത്തോളം ഡിപ്രഷന്റെ മെഡിസിൻ കഴിച്ചു. പല തവണയായിട്ട് കഴുത്ത് കെട്ടിക്കളഞ്ഞു. വെള്ളം കൊണ്ടിന്റെ കരയെടുത്ത് കഴുത്ത് കെട്ടി. കാരണം ആ ഡിപ്രഷൻ മൈൻഡിൽ നിന്ന് തനിക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല. ഒന്ന് ഹസ്ബൻഡിന്റെ വിയോഗം, പിന്നീട് മക്കൾക്ക് ഈ ആളെ തനിച്ചു നിർത്താൻ പേടിയാണ്. പക്ഷെ ആ സമയത്താണ് ആലയത്തിൽ കൊണ്ടുവരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു? പ്രാർത്ഥനയ്ക്ക് ശേഷം എന്ത് തോന്നി? 3 മാസം ആഹാരം കഴിക്കാതിരുന്ന അന്ന് തന്നെ ആഹാരം കഴിച്ചു. എല്ലാം അപ്പോഴും തന്നെ മാറി 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 പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെ തന്റെ ശരീരത്തിനകത്തുനിന്ന് പൂർണ്ണമായും ആ ബന്ധനം മാറി. 3 മാസമായി ആഹാരം കഴിക്കാത്ത ആള് അന്ന് ചെന്ന് നല്ലതുപോലെ ആഹാരം കഴിക്കില്ലേ? 3 മാസത്തിന് ശേഷം പട്ടിണി കഴിച്ചത് ഏതാ? ഇളയ മോളാ കഴിച്ചിട്ട് വന്നേ. വാ, എന്നാ മോളും വന്നല്ലേ? എന്നെ എടുക്കുന്ന വണ്ടി വന്ന്, പോലീസുകാർ വന്ന്, ഇവരെല്ലാം വന്ന്, ഇവരെല്ലാം എന്തോ ദൈവത്തിന്റെ ഒരു കാരുണ്യം കൊണ്ട് അവരെല്ലാം ആംബുലൻസ് വന്നു, ഫയർഫോഴ്സ് വന്നു, ആളെ വെളിയിലെടുത്തു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് ചോദിച്ചു, ഇത് വെള്ളത്തിൽ ചാടിയ ആള് തന്നെയാണോ? കാരണം വെള്ളത്തിൽ ചാടിയാൽ ഇൻസുലിൻ ഉണ്ടാകും, പക്ഷെ ഈ ശരീരത്തിനൊന്നും ഒരു കേടും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോ യേശുവിനെ ആരാധിക്കാൻ ഭയങ്കര കൊതിയാണ്. യേശുവിനെ ആരാധിക്കാൻ ഭയങ്കര കൊതിയാണ്. കാരണം തന്നെ ഇപ്പൊ താൻ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? യേശുവിനെ വിളിച്ച് കിടക്കും. യേശുവിനെ പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാ ദിവസം കിടക്കുന്നത്. ഒന്ന് ആലോചിച്ചൊക്കെ, ഇത്രയും നല്ല ഉറപ്പ് ആർക്ക് തരാൻ പറ്റുമെന്ന്. കഴിഞ്ഞ ദിവസം കേസിൽ നിന്നും കണ്ണ് കാണാൻ മങ്ങലുണ്ടായിരുന്നു. തന്റെ ഒരു ഫോൺ എന്താ പറയുന്നത്, നമ്പർ എഴുതുന്ന ഒരു ഡയറി പ്രാർത്ഥിച്ചതിന് ശേഷം തോന്നി കണ്ണ് കാണാൻ പറ്റില്ല. അതോ പഴയ പോലാണോ? ഉറപ്പാ കാണാൻ പറ്റുന്നുണ്ട്? വ്യക്തതയുണ്ടോ? നേരത്തെ ഇത്രയും കാണാൻ പറ്റത്തില്ലായിരുന്നോ? ഉറപ്പാ? എങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട്? അക്ഷരങ്ങൾ എന്തുവാണെന്നറിയാം. കാണാൻ പറ്റുന്നുണ്ട്. ആഴ്ചയില്ലായിരുന്നു, പക്ഷെ കണ്ണു വാങ്ങിപ്പോയി. പക്ഷെ ഞങ്ങള് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം തന്നെ കണ്ണ് കാണാൻ പറ്റുന്നുണ്ടെന്നാ പറഞ്ഞത്. എന്തിനോട് പറയാനുള്ളത്? ഈ പുതുതായി വന്നവരോട് യേശുവിനെ പറ്റി ഒന്ന് പറയാനുള്ളത്? എല്ലാം നന്ദി. ഏത് കാര്യത്തിന് യേശു നമ്മൾ മുൻഗണനയായി നമുക്കുണ്ട്, എപ്പോഴും ഉണ്ട്. പുതിയ വന്നവരോട് പറയാം, സൈനബ ബിബി എന്ന് പറയുന്ന ഈ മാതാവ് ഈ സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മതത്തെ മുറിച്ചിട്ടില്ല, മതം ഒന്നും പറഞ്ഞിട്ടില്ല. ഈ മാതാവിന് വേണ്ടി വന്ന അവസ്ഥയിൽ നമ്മൾ പ്രാർത്ഥിച്ചു. ഒന്നാലേക്ക് 3 തവണയോളം സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച ആള് കിണറ്റി ചാടി. തെളിവ് വേണ്ടുന്നവർ ഈ ലൊക്കേഷൻ പറഞ്ഞാൽ നിങ്ങൾ പോയി തിരക്കിയാൽ മതി. നമ്മൾ ഒരിക്കലും വ്യാജം പറയുമല്ല, സത്യമാണ്. ഇന്ന് വളരെ സന്തോഷത്തോടാ കൂടി വരുന്നത്. കർത്താവ് വരണമല്ലോ, നമ്മൾ അനുഭവം സഭ ഒരുമിച്ച്
കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഉമ്മയുടെ സാക്ഷ്യം പോലെ ഈ യേശുവിനെ തലമുറ കൊച്ചുമക്കളുടെ മേലെല്ലാം പകരുവാൻ, പ്രാർത്ഥിക്കുവാൻ ആരോഗ്യവും ബലവും ദീർഘായുസ്സും ഈ മാതാവിന് സ്വർഗം കൊടുത്തതിനായി സ്തോത്രം. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ജീസസ് നെയിം. ആമേൻ, ആമേൻ, ആമേൻ. അതോ പഴയ പോലാണോ? ഉറപ്പാ? കാണാൻ പറ്റുന്നുണ്ട്? വ്യക്തതയുണ്ടോ? നേരത്തെ ഇത്രയും കാണാൻ പറ്റത്തില്ലായിരുന്നോ? ഉറപ്പാ? എങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട്? അക്ഷരങ്ങൾ എന്തുവാണെന്നറിയാം. കാണാൻ പറ്റുന്നുണ്ട്? കാണാം. നേരത്തെ ഇങ്ങനെ കാണത്തില്ലായിരുന്നു? ഉറപ്പാ? കാണാൻ പറ്റുന്നുണ്ട്? കാണാൻ പറ്റുന്നുണ്ടോ? നല്ലതാണ് കാണുന്നുണ്ട്. നേരത്തെ ഇങ്ങനെ കാണാൻ കഴിയത്തില്ലായിരുന്നോ? ഉറപ്പാ? ഈ ഉമ്മ പറയുന്നത് നേരത്തെ ഇരുട്ടായിരുന്നു. ഇടത്തെ രണ്ട് കണ്ണിനാണോ അതോ ഇടത്തെ കണ്ണിനോ? ഇടത്തെ കണ്ണിന് ഇരുട്ടായിരുന്നു. താൻ ഇതൊരു തന്റെ ഒരു ഫോൺ ഡയറിയ. ഇതുപോലും ഉമ്മയ്ക്ക് വായിക്കാനോ കാണാനോ കഴിയത്തില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ശേഷം കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമ്മുടെ പേരെന്ത് വരുന്നു? ഈ ഉമ്മയുടെ പേര് സൈനബ ബീവി എന്നാണ്. ഈ ആരാധന, ഈ കുടുംബ പ്രാർത്ഥന ഈ വീട്ടിൽ നടക്കുമ്പോഴും വലിയ സാക്ഷ്യത്തോടെ ഈ മാതാവ് ഇവിടെ ഇരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ കണ്ണിന് ചില പ്രയാസമുണ്ടായിരുന്നു. ഇടത് കണ്ണിന് കാഴ്ചക്കുറവുണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു, അത് സൗഖ്യമായി. ഇപ്പൊ എന്തോ എനിക്ക് തോന്നുന്നത് യേശുവിനെ അറിഞ്ഞതിന് ശേഷം ഉണ്ടായ അനുഭവം. എനിക്ക് സന്തോഷം. യേശുവിനെ അറിഞ്ഞതിന് ശേഷം സന്തോഷം ഉണ്ടായി. സന്തോഷവും മറ്റൊരു ചിന്തയൊന്നുമില്ല. യേശു കർത്താവ്, യേശു കർത്താവ്, യേശു കർത്താവ്. ആമേൻ. ഈ മാതാവ് പറയുന്നത് യേശുവിനെ അറിഞ്ഞതിന് ശേഷം ഒത്തിരി സന്തോഷം ഉണ്ടായി, സമാധാനം ഉണ്ടായി. ആരോ എനിക്ക് ഉണ്ട് എന്നുള്ള ഉറപ്പ് ഈ മാതാവിന് ലഭിച്ചു. ഈ മാതാവ് പറയുന്നത് ഞങ്ങളോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളോട് കൂടെ പ്രാർത്ഥിക്കുവാനും ഞങ്ങളോട് ആരാധിക്കാനും അന്യഭാഷ പറയുമ്പോഴും എല്ലാം എനിക്ക് ഇന്നലകളിൽ ആരും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ഒത്തിരി ആൾക്കാർ, ഒത്തിരി മക്കളുണ്ടെന്നുള്ള ഒരു ഉറപ്പുണ്ടായി. ഞങ്ങൾ പറയുന്നു യേശുവിനെ അറിയുന്നതാണ്. യേശുവിനെ അറിയുന്നത് എല്ലാം ഈ ശബ്ദം കേൾക്കുമ്പോൾ ഒറ്റപ്പെടലിനകത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഉമ്മയുടെ സാക്ഷ്യം നിങ്ങളത്തോടും. യേശു ഈ ഭൂമിയിൽ വന്നത് സകലർക്കും ദൈവിക സമാധാനത്തെയും സന്തോഷത്തെയും തരാൻ വേണ്ടിയാണ്. ഞങ്ങളെന്ന് പറയാൻ, ഇന്ന് ഈ മാതാവ് മരണഭയത്തിൽ നിന്നും മരിക്കണമെന്നുള്ള ചിന്തയിൽ നടന്ന വ്യക്തിയായിരുന്നു. പക്ഷെ ആലയത്തിൽ വന്നു, പ്രാർത്ഥിച്ചു. ഈ വെളുക്കുമ്പോഴേ കണ്ണുറങ്ങും. ഒരു നിഴൽ നമ്മളെ ഭവനങ്ങളിൽ അടിക്കരുത്. അതേപോലെ തന്നെ ഇപ്പം വരാം. മാതാവ് പറയുന്നത് ഈ മാതാവ് ഉമ്മ പറയുന്നത് എങ്ങനെയാ? രാത്രി കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചിതാ കിടക്കും. കർത്താവേ, നീ മാത്രമേ എനിക്കുള്ളൂ. നല്ല ഉറക്കം തരണം. നല്ലത് എന്റെ ഭവനത്തിനകത്ത് നീ കാവൽ നിൽക്കണം. പ്രഭാതം വരെയും നല്ല ഉറക്കം ഉണ്ടാകും, നല്ല സ്വപ്നങ്ങളുണ്ടാകും. ഇത്ര മനോഹരമായ സാക്ഷ്യമായത്. സന്ധ്യ ആകുമ്പോ ഞാൻ പ്രാർത്ഥിക്കും. കിടക്കാൻ നേരത്തെ ഒന്നുകൂടെ വിളിക്കും. കിടക്കും. അപ്പൊ മക്കൾക്ക് പരാതി, മക്കളമാര് പറയുന്നത് ഞങ്ങളെ വിളിക്കത്തില്ല, കൂടുതൽ യേശുവിനെ വിളിക്കുന്നതെന്ന്. അവർക്കിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ട് വന്ന് കണ്ടാൽ എന്റെ ദൈവം എന്നെ കൊണ്ടുപോകുന്നു. എല്ലാ കാര്യം അവർ നയിച്ചിരിക്കും. അത്ഭുത സാക്ഷ്യമാണ്. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഹൃദയത്തിൽ നിന്നായി വരുന്നത്. എനിക്ക് കർത്താവുണ്ട്, എന്റെ എല്ലാം കർത്താവാണെന്നാണ് ഈ ഉമ്മ പറയുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ പാടുപെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഉമ്മയെ തൊട്ട യേശുവിനെ നിങ്ങളെ തൊട്ടിരിക്കും. കർത്താവ് നിങ്ങൾ ധാരാളമായി നിൽക്കട്ടെ.